ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ കയറി പോകാൻ പറ്റിയ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഇപ്പം ഞാനുള്ളത് ഹന്ദികുണ്ടിയിലാണ്. ഹന്ദികുണ്ടി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു നല്ല ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഇതാ പുറകിൽ കാണുന്ന ആ മലയാണ് ആ സംഭവം. അപ്പം എന്തായാലും നല്ല അടിപൊളി സ്ഥലം. ഇവിടെയൊക്കെ ടെൻ്റൊക്കെ അടിച്ച് ഇരിക്കാൻ വേണ്ടി നല്ല പറ്റിയ സ്ഥലമാണ്. മൊത്തം പച്ചപ്പാണ്. ഇവിടെ ആൾക്കാരങ്ങനെ വരലില്ല, അതുകൊണ്ട് തന്നെ നല്ല സ്ഥലമാണ്. വേസ്റ്റുകളൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ചെറിയ ട്രക്കിങ്, മുകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഭക്ഷണം അതേപോലെ തന്നെ വെള്ളം നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഇവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പം ഇങ്ങോട്ട് വരാനായിട്ട് മെയിൻ ഹൈവേന്ന് മൈസൂർ ബാംഗ്ലൂർ റോഡ് ഹൈവേന്ന് 1 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയാൽ മതി. നമുക്ക് ഒരുപാടൊന്നും ഉള്ളോട്ട് പോകണ്ട. ഇങ്ങോട്ട് കയറുവാണെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. നമുക്ക് ഓഫ് റോഡ് കഴിഞ്ഞ് എത്രത്തോളം വണ്ടി പോകുന്നറിയില്ല, എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് മുകളിൽ പോയിട്ട് അവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള ട്രക്കിങ് തുടങ്ങുന്നത്. ഇതാ ഇവിടെ തൊട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അങ്ങോട്ടാണ് മല. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കറക്റ്റായിട്ട് വഴി വരുക. വേറെ ഏതെങ്കിലും വഴി വരുവാണെങ്കിൽ തെറ്റിപ്പോവും. ഇതാ ഈ കല്ലിലും മാർക്കിംഗ് ഉണ്ട്, വൈറ്റ് മാർക്കിങ്. നമുക്ക് കൃത്യമായിട്ട് ഇനി ഇതിലെ മുമ്പോട്ട് പോകുമ്പം കണ്ടിന്യൂസ് കാണത്തില്ല. ഇതിലെ മുമ്പോട്ട് പോകുമ്പം അടുത്ത മാർക്കിങ് കാണും. ഈ മാർക്കിങ് ഫോളോ ചെയ്ത് മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരും. പിന്നെ ഈ മാർക്കിങ്ങിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നല്ല വഴിയും കൂടി ആയിരിക്കും. ഇപ്പം ഏകദേശം ഒരു നടക്കാൻ പറ്റിയ വഴിയാണ്. ഇനി മലകയറ്റം തുടങ്ങിയിരിക്കുകയാണ്. കറക്റ്റായിട്ട് മാർക്കിംഗ് ഉണ്ട് അവിടെ. ഇതാ നോക്കുക, ഈ വരുന്നവർ ഈ മാർക്കിങ് ഫോളോ ചെയ്ത് മാത്രം വരിക. വഴി ഒന്നും കൂടി പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. നമ്മൾ മറ്റേ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റിയ ഒരു പാറപ്പുറത്ത് ചെന്നു. കണ്ടോ, ഇവിടെ നേരെ മുമ്പോട്ടുള്ള വഴികളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പനെ, ഇത് ട്രക്കിങ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ട്രക്കിംഗ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കൊക്കെ സുഖമായിട്ട് കയറിപ്പോവാം. ഞാൻ എന്തായാലും ഇവിടെ 6 മണി 6:15 കൂടി വന്നതാണ്. വഴി അന്വേഷിച്ച് നമ്മൾ കറങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും നല്ല തണുപ്പുണ്ട്. പിന്നെ തന്നെയൊക്കെ വരേണ്ടവർക്കൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം, വെള്ളം എല്ലാം കൊണ്ടുവന്നിരിക്കണം. പിന്നെ ഇവിടെ ലോക്കൽ ആൾക്കാരൊന്നും പ്രശ്നക്കാരൊന്നുമല്ല, വളരെ നല്ല ഡീസൻ്റ് ആൾക്കാരാണ്. ഞാൻ ആദ്യത്തെ ചേട്ടനോട് വഴി കഴിയുമ്പോൾ പുള്ളി എന്നോട് ചോദിക്കുക ബീഡി വേണമെന്ന്. പുള്ളി ബീഡി വലിക്കുക. അത്ര നല്ല ആൾക്കാരാണ്. നല്ല അടിപൊളി നല്ല സംസാരമൊക്കെയാണ് ആൾക്കാർ. അയ്യോ മടുത്ത് നോക്കി, സംഭവം അടിപൊളിയാണ്. ഇനി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. നേരെ തന്നെ ഫോളോ ചെയ്ത് വരിക. ഇത് അടുത്ത മാർക്കിങ്. ഇനി നേരെ കയറുക. ഇവിടെ അധികം ആളൊന്നും വരത്തില്ല, അതുകൊണ്ടാണ് വഴികളൊക്കെ ചെറിയ വഴികളാണ്. ഓഹോ, സൂപ്പർ. നമ്മളെ ഇപ്പം ഇതാ ഏകദേശം നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി അതും കൂടി അങ്ങോട്ട് പോകാൻ വഴിയുണ്ടോ നോക്കണം.
ഇതൊക്കെ ഏതൊക്കെയാണോ സ്ഥലങ്ങൾ? എല്ലായിടത്തും മലകളാണ് കേട്ടോ. നമ്മുടെ അപ്പർ സൈഡ് ഇത് ഹൈവേ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ. ഇവിടെ കല്ലിൽ ഒരു മാർക്കിങ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് ആരും ഫയർ ക്യാമ്പൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് ലാസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് താഴോട്ട് ഒരാരോ കാണുന്നുണ്ട്. മേ ബി ഇതായിരിക്കും മിക്കവാറും ലാസ്റ്റ്. താഴോട്ട് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും എന്ന് തോന്നുന്നു. മാർക്കിങ് ഇവിടെ വരെ ഉള്ളൂ. അപ്പം അടിപൊളി കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് നല്ല വിശപ്പുണ്ട്. ഇനി എന്തായാലും ഒരു കാപ്പിയൊക്കെ വെച്ച് കുടിച്ചിട്ടേ മുകളിലോട്ട് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുള്ളൂ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള പരിപാടി നോക്കാം. ഇന്ന് നല്ല മോഡലാണ് കേട്ടോ. നല്ല മഴയൊന്നും പെയ്യത്തില്ല. അപ്പം നമ്മൾക്കിവിടെ ഒരു കാപ്പിയൊക്കെ വെച്ച് കുടിക്കാം. അടിപൊളി കാപ്പി, അടിപൊളിയാണ്. ഇവിടെ കാട്ടുമയിലുണ്ട് കേട്ടോ. ഒരുപാട് കാട്ടുമയിലിന്റെ കാഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കാടയില്ലേ, കാട നമുക്ക് നാട്ടിലൊക്കെ കടകളിൽ കിട്ടുന്ന കാട, അതിന്റെ ചെറിയ കാടകളുണ്ട്. ഞാൻ വരുമ്പോ ഇവിടെ കാട്ടിൽ ഓടി ഒളിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ കെണി വെച്ച് പിടിക്കുമായിരുന്നെങ്കിൽ പൊരിച്ചടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. ഇതെന്താണ്, ഡ്രാഗൺ ഫ്രൂട്ടോ? ഇതിലും ഒരു പഴം ഉണ്ടാകും കേട്ടോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏകദേശം അതേ രൂപത്തിലുള്ളൊരു പഴം ഇതിലുണ്ടാവും. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ട്രക്ക് ചെയ്യുന്നതും തന്നെ വരുന്നതൊക്കെ. തന്നെ വരുവാന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നടക്കാൻ പോകുന്നതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം റെസ്പോൺസിബിലിറ്റി നമ്മളായിരിക്കും. പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കരുതിയിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം, ഭക്ഷണമാണ്. പിന്നെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയുധങ്ങളൊന്നും കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നല്ല ആൾക്കാരാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്നൊക്കെ ഉരുണ്ട് താഴോട്ട് പോയാൽ പണി കിട്ടും. നല്ല കയറ്റമാണ്. പാമ്പും തേളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പുലിയോ കടുവയോ കരടിയൊന്നും ഇല്ല കേട്ടോ. ഉള്ളത് കാട്ടുപതി ഉണ്ടായിരിക്കും, പിന്നെ കുറുക്കനും ഉണ്ടായിരിക്കും. കാട് നോക്കിയേ. അടിപൊളി. ഇനിയും മുകളിലോട്ട് പോവാം. നമ്മളിപ്പം നല്ല കാടിലൂടെയാണ് പോകുന്നത്. എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആവശ്യമായ തയ്യാറെടുപ്പുകളോടുകൂടി വേണം വരാൻ വേണ്ടി, മാനസികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടും. ഫസ്റ്റ് നമ്മൾ നല്ല ഒരു ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറേയൊക്കെ കയറി കഴിഞ്ഞ് കാലുവേദന എടുക്കുന്നു. എനിക്ക് പറ്റത്തില്ല, തിരിച്ചു പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർ ആദ്യം ചെറിയ മലകളൊക്കെ കയറി നോക്കുക.
അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെ കീഴടക്കാൻ പറ്റും. നമ്മളിപ്പം ആദ്യം ചായ ഉണ്ടാക്കി കുടിച്ച സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ജസ്റ്റ് മാഗി മാത്രമാണ്. കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള നോക്കാം. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കും. സോസാണിത്, കെച്ചപ്പല്ല. അപ്പം നമ്മുടെ മാഗി റെഡി. ചൂടാണ്. ഞാനിത് കഴിച്ചിട്ട് നമുക്കത് പോകുമ്പോൾ ഞാൻ ഒന്നും കൂടി വഴി കാണിച്ചു തരാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വഴി കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. ഒന്നും കൂടി ഇതിന്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പം നമുക്കിത് കഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് മടക്കിയിട്ട് പോകാനുള്ള പരിപാടിയാകും. അപ്പം ഞാനെല്ലാം പാക്ക് ചെയ്തു. നമ്മുടെ ടെന്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഇനി നമുക്ക് താഴോട്ട് പോകാം. താഴേക്ക് പോകുമ്പോൾ ഞാൻ ഒന്നും കൂടി വഴി കാണിച്ചു തരാം. ഇങ്ങോട്ട് കയറി വരാനായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് ഒരു വഴിയും ഇല്ല, ഒരു മാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം പോകുന്ന വഴി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് താഴോട്ട് പോകാം. ഇപ്പം നമ്മൾ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ മാർക്കിങ്. ചെറിയ രീതിയിലുള്ളൂ, കാണാൻ പാകത്തിനൊന്നുമില്ല. നമ്മൾ രാവിലേക്ക് വരുവാണെങ്കിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് നമ്മൾ വന്ന റോഡ്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ബോർഡുകളോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചോളുക. ഞാൻ വണ്ടി കുറച്ച് താഴെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വേലി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് ആ താഴെയാണ് തുടങ്ങുന്നത്. ആ വേലി തുടങ്ങി താഴോട്ട് ഇനി അവിടെ ഒരു ഇറക്കമാണ്. ഈ നിരപ്പ് വരുമ്പോഴാണ് മുകളിലോട്ട് കയറേണ്ടത്. ഈ റോഡാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ വരുമ്പം നിങ്ങൾ കറക്റ്റാണ് ലൊക്കേഷൻ. നിങ്ങൾ എവിടെ നിന്ന് അടിച്ചാലും ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആ അമ്പലമാണ്. ആ അമ്പലത്തിന് മുമ്പിലായിരിക്കും നിങ്ങൾ വരുന്നത്. അതെന്ത് കളറാണ് അത്? ഒരു മണ്ണിൻ്റെ കളർ, ഒരു പിങ്ക് കളർ കണക്ക് അടിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കാടപ്പക്ഷി ഉണ്ടെന്ന്. കാടപ്പക്ഷിയാണ് ഇപ്പോൾ ഇവിടുന്ന് പറന്നു പോയത്. ഇവിടെ ചിലപ്പോൾ അതിൻ്റെ മുട്ട കാണും. അത് പിന്നെ എടുക്കാം. അപ്പം അവിടുന്ന് നേരെ ആ ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ അവിടുന്ന് നേരെ ഇങ്ങനെ വണ്ടി എടുക്കുക, നേരെ ഇങ്ങ് വരിക. ഏകദേശം 1 കിലോമീറ്റർ ഇല്ല. അതിനുശേഷം ഇവിടുന്ന് സംഭവമായി. അവിടെ ആ മരം നോക്കി വെച്ചാൽ മതി. ചെറിയൊരു കയറ്റം, പിന്നെ ഒരു നിരപ്പ്, പിന്നെ അവിടുന്ന് മുകളിലോട്ട് അങ്ങ് കയറിപ്പോവുക. ഇത്രയേ ഉള്ളൂ. നട്ടുച്ചയായി, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും ഇങ്ങോട്ട് വരാനുള്ള വഴി. അപ്പം എല്ലാവരും ഇവിടേക്ക് വരിക, കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങി പോകുക. നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.